ശ്രീജേഷ് അരവിന്ദ്, ഇവിടെ എന്താണ് കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന, ഇന്ത്യ സഖ്യമായി ഏറ്റുമുട്ടുന്ന ഇനി അങ്ങോട്ടുള്ള എല്ലാ ഘട്ട തെരഞ്ഞെടുപ്പിലും എഴുതി വെച്ചോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹം രാഹുലിനെ പറ്റിയും പറഞ്ഞ വാചകങ്ങൾ ഉയരാൻ പോകുന്നു. എത്രത്തോളം ഹാം അത് ഇന്ത്യ സഖ്യത്തിനുണ്ടാകും എന്നാണ് കരുതേണ്ടത് രഞ്ജേഷ്? ഒരു കാരണവശാലുമില്ല. കാരണം ഇന്ത്യ മുന്നണി ഒരു കൃത്യമായ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു. അപ്പുറത്ത് നരേന്ദ്രമോദി മറ്റൊരു അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു. പരസ്പരം ഏറ്റുമുട്ടുന്നു. നമ്മൾ ആശയപരമായി വിജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കേരളത്തിലെ CPM-ന്റെ കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് പ്രകടിപ്പിച്ചത്. കാരണം കേരളത്തിലെ സിദ്ധാരാമയ്യക്കെതിരെ വരുന്ന, സ്റ്റാലിൻ്റെ മന്ത്രിസഭയിലെ ആളുകൾക്കെതിരെ വരുന്ന, DK ശിവകുമാറിനെതിരെ വരുന്ന, അല്ലെങ്കിൽ അങ്ങ് കേജ്രിവാൾ വരെയുള്ള ആളുകളോട് വളരെ ഹാർഷായി പെരുമാറുന്ന, ഞങ്ങൾ പിണറായി വിജയൻ ജയിലിൽ അടയ്ക്കണം എന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ട് ഈ അതിർത്തി വരുമ്പോൾ ഒരു കോംപ്രമൈസ് വരുന്നു? ഹാഷ്മിക്ക് അറിയാലോ ആരാണ് കേന്ദ്ര ഏജൻസിക്ക് കത്തയച്ചത്? ഇത്ര ധൈര്യപൂർവ്വം കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷിക്കണമെന്ന് കത്തയച്ചത് പിണറായി വിജയനാണ്. തെളിവ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ എന്തോ ഒന്ന് സംഭവിക്കുന്നു. അവിടെയാണ് ഞങ്ങളുടെ സംശയം. ആ സംശയം പ്രകടിപ്പിച്ചു. പിന്നെ രാഹുൽ ഗാന്ധിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഹാഷ്മി ആരുടെയും പ്രസംഗം എഴുതി കൊടുത്ത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യ രാജ്യത്ത് ഉടനീളം സഞ്ചരിച്ച് ഓരോ സ്പോട്ടിലും അദ്ദേഹം സംസാരിച്ച് മുന്നോട്ട് പോയ ആളാ. അദ്ദേഹത്തിന് PR വർക്കിന്റെ കാര്യമൊന്നുമില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞങ്ങളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അമിത്ഷാ പറയുന്നത് ഇപ്പം തന്നെ കണ്ടു, BJPയുടെ പ്രതി പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്യുന്നു. എന്തിന്? അമിത്ഷാ പറയുന്നത് ആവർത്തിക്കേണ്ട കാര്യം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റായിരുന്നുവെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നിലപാട് ശരിയല്ല എന്ന് അല്ല ഹാഷ്മി, രാഹുൽ ഗാന്ധി പിണറായി വിജയൻ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിന് ആ പറഞ്ഞ വിഷയത്തിനോടല്ലേ പ്രതികരിക്കേണ്ടത്? എന്റെ ചോദ്യം അതാണ് ഹാഷ്മി. രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയത്തിനോടാണോ പ്രതികരിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയോടാണോ പ്രതികരിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയാണോ പറയേണ്ടത്? ഇതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി വിഷയം ഉന്നയിച്ചു, ശരിയാണ്. ആ വിഷയത്തോട് പിണറായി വിജയന് കൃത്യമായി മറുപടി പറഞ്ഞൂടെ? ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൂടെ? അതിന് പകരം നിങ്ങളെ പണ്ട് സ്കൂൾ കുട്ടികൾ വിളിക്കുന്നത് പോലെ വിളിക്കുന്നത് ശരിയാണോ? കേരളത്തിന് താഴ്ന്നു പോയതുകൊണ്ട് മോദിക്ക് രാജ്യം കിട്ടി ഞങ്ങൾക്കൊന്നും പറയാനില്ല. ശരി, യുവരാജ് ഗോകുൽ, ഇവിടെ നരേന്ദ്രമോദിക്ക് ഗുജറാത്തി ഭക്ഷണം ഇഷ്ടമല്ല. അത് കാരണം അദ്ദേഹം കഴിക്കുന്നത് തായ്വാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത മഷ്റൂമാണ്. അതിനൊരു പീസിന് 80,000 രൂപയാണ് വില. ഒരു ദിവസം അദ്ദേഹം 5 പീസ് ആ മഷ്റൂം അത്തരത്തിൽ കഴിക്കുമെന്ന് പറയുന്ന നേതാവിന്റെ പേരെന്താണെന്നറിയോ? അൽപേഷ് താക്കൂർ. നിങ്ങളുടെ രാധൻപൂരിലെ BJP MLA ആണ്. ഇപ്പൊ നിങ്ങളുടെ രാധൻപൂരിലെ BJP MLA എപ്പോഴാണെങ്കിലും മോദിയുടെ പാത്രത്തിലേക്ക് നോക്കിയ ആൾ നിങ്ങളുടെ MLA ആണോ? എപ്പോഴാണെങ്കിലും മോദിയുടെ പാത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ MLA ആണോ? കോൺഗ്രസ് നേതാവായിരുന്നപ്പോഴാണല്ലോ പറഞ്ഞത്. പാളയത്തിൽ നിന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. എന്താണെങ്കിലും മോദിയുടെ പാത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് സ്വീകാര്യനായോ? ഇപ്പോഴും ആൾക്കാർ നടക്കുന്നില്ലേ? എന്തായാലും മോദിയുടെ പാത്രത്തിലേക്ക് നോക്കിയ ആൾ, അദ്ദേഹം 80,000 രൂപയുടെ കൂണ് കഴിച്ചു മാത്രം അദ്ദേഹത്തിന് നിറം വന്നു എന്നൊക്കെ പറയുന്ന ആൾ നിങ്ങൾക്ക് സ്വീകാര്യനായോ? ഒരു കുഴപ്പമില്ലാതെ മാലയിട്ട് സ്വീകരിച്ചു. നിലപാട് മാറ്റിയപ്പോ സ്വീകാര്യനായി. അല്ല, മഷ്റൂം കഴിക്കുന്നില്ല പറഞ്ഞു അൽപേഷ്. അല്ല, അദ്ദേഹം മഷ്റൂം കഴിക്കുന്നില്ല. അദ്ദേഹം മഷ്റൂം കഴിക്കുന്നില്ല. അദ്ദേഹം കഴിക്കുന്ന നല്ല ഗുജറാത്തി ചപ്പാത്തിയാണ് എന്ന് എവിടെ അൽപേഷ് പറഞ്ഞു? നേതാക്കൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടന്നു. നരേന്ദ്രമോദി കഴിക്കുന്നത് മഷ്റൂം അല്ല, ഗുജറാത്തി ചപ്പാത്തിയും ദാൽക്കറിയുമാണെന്ന് അൽപേഷ് പറഞ്ഞു. എവിടെ കാണിച്ചു തരാം? അപ്പുറത്തെ പാളയത്തിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ പലതും പറയും. അല്ല, പറയുമ്പോ ഒരു കാര്യം പറയുമ്പോൾ എവിടെയാണ് വിഷയമല്ല. അത് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെയല്ലേ പറഞ്ഞത്. ആ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും എതിർത്ത് പറഞ്ഞോ? ഒന്ന് ഇല്ലല്ലോ. ശരി, നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ക്ഷമിക്കണം, നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എൻകൗണ്ടർ പറയുന്നത് 3 പേർക്കും